ജോഷില ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും. ബന്ദിപ്പൂർ യാത്രാ നിരോധന കേസുമായി ബന്ധപ്പെട്ട് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് കർണാടക സർക്കാർ. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. എന്തൊക്കെയാണ് ഈ സത്യവാങ്മൂലത്തിൽ കർണാടക സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്? വിനിഷ, കഴിഞ്ഞ 21-ാം തീയതിയാണ് കർണാടക സർക്കാർ ഒരു സത്യവാങ്മൂലം വെച്ചിരിക്കുന്നത്. നാഗർഹോൾ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് കൊണ്ട് കർണാടകയിലേക്കുള്ള വഴി അത് തിരിച്ചുവിടണം എന്നുള്ളതാണ്. അതേസമയം തന്നെ ബന്ദിപ്പൂർ വഴിയുള്ള യഥാർത്ഥത്തിൽ യാത്രാ നിരോധനം തന്നെ വലിയ പ്രശ്നമായി കേരളത്തിനും അതുപോലെ തന്നെ വയനാട്ടിലെ ജനങ്ങൾക്കും നിലനിൽക്കുകയാണ്. വയനാട്ടിൽ നിന്നും കർണാടകയിലേക്ക് പോകുന്ന ആളുകൾക്ക് പോലും വലിയ ബുദ്ധിമുട്ടായി നിലനിൽക്കുകയാണ് ഈ യാത്രാ നിരോധനം. അതുപോലും ഒഴിവാക്കി പകലും യാത്ര അനുവദിക്കണം എന്നുള്ള ആവശ്യം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ അതിനുപോലും എതിരായിക്കൊണ്ട് രാത്രിയും പകലും ഈ ബന്ദിപ്പൂർ യാത്ര ഒഴിവാക്കുക, പൂർണ്ണമായും ഈ ബന്ദിപ്പൂർ റൂട്ട് അടച്ചിടുക എന്നുള്ളതാണ് സത്യവാങ്മൂലത്തിൽ 21-ാം തീയതി നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് CPIM അടക്കം അതുപോലെ തന്നെ DYFI അടക്കമുള്ള സംഘടനകൾ നടത്തിയത്. ജനങ്ങൾക്കിടയിൽ നിന്നും വൻ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു സത്യവാങ്മൂലത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അത് ദേശീയപാത 766 റോഡിനെ പരമാവധി പൂർണ്ണമായും അടച്ചിടുക എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് മാറ്റം വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പുതുതായി സുപ്രീം കോടതി രജിസ്ട്രാറിന് നൽകിയ സത്യവാങ്മൂലത്തിൽ മാറ്റങ്ങൾ അടങ്ങിയ കാര്യത്തിൽ പറയാൻ പോകുന്നത് മാനന്തവാടി കുട്ട വഴിയുള്ള മാനന്തവാടി റോഡ് നവീകരിക്കാമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം നൽകിയത്. എന്നാൽ അത് മാറ്റം വരുത്തിയാൽ പോലും അത് ഈ ഒരു റോഡിനെ സംബന്ധിച്ചിടത്തോളം യാത്രാ നിരോധനമല്ല, പൂർണ്ണമായും അടച്ചിടും എന്നുള്ളതാണ്. അതേസമയം തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കം മത്സരിക്കുന്ന സമയത്ത് പറഞ്ഞത് ഈ യാത്രാ നിരോധനം ഒഴിവാക്കും എന്നുള്ളതായിരുന്നു. ഇതിപ്പോൾ അതുമില്ല, പകലടക്കം അടച്ചിടുന്ന അവസ്ഥയിലേക്ക് കർണാടക സർക്കാർ പോകുന്നു. ഇതിൽ MP അടക്കം ഒരു കാര്യവും ചെയ്യുന്നില്ല, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. പുതിയ സത്യവാങ്മൂലത്തിൽ എന്ത് പറയും, അതായത് ഇത് ഒഴിവാക്കില്ല, ബന്ദിപ്പൂർ യാത്ര ഒഴിവാക്കില്ല എന്നുള്ളതാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. എന്നാൽ ആ രീതിയിലേക്കല്ല പോകുന്നത്, മറ്റൊരു മാർഗം തേടുകയാണ് കർണാടക സർക്കാർ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വിനിഷ. യെസ്, ഓക്കെ ജോഷില, താങ്ക് യു. ജോഷിലാണ് ഈ വിശദാംശങ്ങളൊക്കെ നമ്മളുമായി പങ്കുവച്ചത്.